Hi everyone, welcome back to our EVS class. How are you? I hope you are all of you doing well. Then let us start our new chapter. Are you ready? You all are completed your homework very well. Then let us move on our new chapter. Clothes we wear. What is the heading of our chapter? Clothes we wear. You know the clothes. You wear clothes now. Am I right? Yes. So, you know the clothes, all clothes. Before getting to our topic, I ask one question. Ready? What is the use of cloth? You think, what is the use of cloth? Why do we wear clothes? Why do we wear clothes? എന്താണ് ക്ലോത്ത്സിൻ്റെ യൂസ്? എന്തിനാണ് നമ്മൾ ക്ലോത്ത് വിയർ ചെയ്യുന്നത്? യു തിങ്ക് ആൻഡ് ഗിവ് മീ ആൻസർ. സേ യെസ്, clothes protect us from heat, cold, rain. Clothes protect us from heat, cold, rain. Okay, you wear raincoats, that's also clothes to protect from rain and heat. Yes, then what is another reason to wear clothes? They make us look attractive and smart. Look attractive and smart. Okay. When you go into a marriage function, you wear a simple dress. No one attracts you. You wear party dress or frock, kurtas, and attract something. So all of you are looking to you. Am I right? And you look like a smart. The clothes make us look attractive and smart. Okay, then some clothes are like uniforms. You wear your uniform in your school. The uniform, that's students in MAC. That's a uniform of MAC. So that clothes identification of you are a student. Okay, that is student's uniform. Then you know the police uniform. That uniform, clear me what is that. Then also postman uniform. Then doctors white coat also represent the doctors, nurse, etc. So we wear clothes. Clothes protect us from heat, cold and rain. ഹീറ്റും കോൾഡും റൈനും എന്നൊക്കെ ഒരു പരിധി വരെ ക്ലോത്ത്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മേക്ക് ലുക്ക് അട്രാക്റ്റീവ് ആൻഡ് സ്മാർട്ട്. നമ്മൾ ഗുഡ് ലുക്കിങ്ങിനാണ് എന്ത് ക്ലോത്ത്സ് ധരിക്കുന്നത്. നമ്മൾ ഒരു പാർട്ടി വേറെ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ പോയാൽ നമ്മൾ അട്രാക്റ്റീവ് ചെയ്യാനും ദെൻ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മളെല്ലാവരും ഒന്ന് നോക്കൂലേ സ്മാർട്ടാണെന്ന്. അത്ര ഭംഗിയില്ലാത്ത ക്ലോത്ത്സ് നമ്മൾ അട്രാക്റ്റീവ് ആയി തോന്നില്ല. ദെൻ ഒരു യൂണിഫോംസാണ് ക്ലോത്ത്. നമുക്കറിയാം ഡോക്ടേഴ്സിന് യൂണിഫോം ഒരു ക്ലോത്താണ്. ആ ക്ലോത്ത് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ടെൽ അസ് കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് പേഴ്സൺ ഡൺ. ആ പേഴ്സൺ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് ആ യൂണിഫോം നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. പോലീസുകാരനെ കണ്ടിട്ട് നമുക്കത് പോലീസുകാരനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. യു നോ ദ യൂണിഫോം. യൂണിഫോം കണ്ടാൽ അത് പോലീസാണ്. അല്ലാതെ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പോലീസ് അറിയില്ലല്ലോ. എ പേഴ്സൺ വിത്തൗട്ട് യൂണിഫോം വി കാനോട്ട് ഐഡൻറ്റിഫൈ ദ പേഴ്സൺ വാട്ട് ഈസ് ദ വർക്ക് ഓഫ് ദ പേഴ്സൺ അല്ലേ. സോ ദ യൂണിഫോം ടെൽ അസ് the kind of work that person done. Then postman also, then nurse, etc. You know the uniform. Then army, soldiers. പട്ടാളക്കാരെ നമുക്ക് കണ്ടറിയില്ല. അവരെ യൂണിഫോം കണ്ടറിയാം എന്താണ് അവരെ വർക്ക് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ദാറ്റ് ഇസ് ആർമീസ്. സോ ദ യൂണിഫോം സെറ്റ് ടെൽ us ടു കൈൻഡ് ഓഫ് വർക്ക് പേഴ്സൺ ഡൺ. ഓരോ ആൾക്കാരും ചെയ്യുന്ന വർക്ക് എന്താണെന്ന് അവരെ ക്ലോത്ത്സ് നോക്കിയാൽ അറിയാം. അങ്ങനത്തെ ക്ലോത്ത്സും ഉണ്ട്. സോ നമ്മൾ
3 റീസൺസാണ് പറയുന്നത്. ക്ലോസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ക്ലോസ് നീഡ് ചെയ്യുന്ന 3 റീസൺസ്. വൈ വി നീഡ് ഫോർ ക്ലോത്ത്സ്? We need clothes for 3 reasons. Clothes protect us from heat, cold, rain. They make us look attractive and smart. They tell us kind of work person does. Okay. In early age, before early man who before long years back, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ the man used animal skins and leaves of trees to cover his body. അന്നൊക്കെ അവർ എന്താ യൂസ് ചെയ്തിരുന്നത്? ലീവ്സ് ഓഫ് ട്രീസിൻ്റെ ലീവ്സും അനിമൽസിൻ്റെ സ്കിൻസൊക്കെ. അപ്പോൾ ഡെഡായ അനിമൽസിൻ്റെ സ്കിൻസൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? ക്ലോത്ത്സ് ഉണ്ടാക്കും. അവർക്കറിയാം പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ് അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യും? ക്ലോത്ത്സ് ഉണ്ടാക്കും. പിന്നീടാണ് എന്ത് ചെയ്തത്? ക്ലോത്ത്സുകൾ കോട്ടൺ ക്ലോത്ത്സും അല്ലെങ്കിൽ അപ്പത്ത് വന്നിരിക്കുന്ന ക്ലോത്ത്സുകളൊക്കെ എന്താണ് പിന്നീടാണ് കണ്ടുപിടിക്കപ്പെട്ടത്. സോ ഏർലി മാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഹണ്ട് ചെയ്തൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ, ഹണ്ട് ചെയ്ത് ഫിഷിങ് ഗ്യാതറിങ് ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ. നമ്മൾ ഹണ്ട് ചെയ്ത്, അതായത് നമ്മൾ വേട്ടയാടിയിട്ട് അനിമൽസിനെയും, അപ്പോൾ അവർ കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന ഒരുപാട് മുന്നേ ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ടു യൂസ് ദ സ്കിൻസ് ഓഫ് അനിമൽ സ്കിൻസ് ആൻഡ് ലീവ്സ് ഓഫ് ട്രീസ്. ഓക്കെ. Then people wear clothes according to their age. Sometimes you know the infant newborn babies. You know, first chapter. That baby wears saris or kurtas or jeans pant and no, this newborn dresses. Okay, the newborn baby wear newborn dresses, not sari or jeans pant, kurtas, frock, not like that. That in the same case, the old woman or old lady wear trousers and banians? No, they are comfortable dress, cotton clothes, loose cotton clothes or loose dresses. അല്ലേ? ചെറിയ കുട്ടികൾ അവരെ ഏജിനനുസരിച്ചുള്ള ഡ്രസ്സാണ് ഇടുക, വലിയ ആൾക്കാർ അവരെ ഏജിനനുസരിച്ചുള്ള ഡ്രസ്സാണ് ഇടുക. Am I right? So people wear clothes according to their age. Am I right? ഏജ് അല്ലേ, ഏജിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടാറുള്ളൂ. So we wear clothes according to our age. A 6 months old child wear a different dresses than an old man. ഓൾഡ് മാൻ എപ്പോഴും എന്തായിരിക്കും? ഒരു കുർത്താസോ അല്ലെങ്കിൽ മുണ്ട് ടീഷർട്ട്സോ ഒക്കെ അല്ലേ ധരിക്കാറുള്ളൂ, അല്ലെങ്കിൽ സോഫ്റ്റ് ലൂസ് ആൻഡ് ക്ലോത്ത്സ് ധരിക്കാറുള്ളൂ. ബട്ട് ഇൻ സ്മാൾ ബേബി ഇൻഫൻറ്റ് ഒരുപാട് വെറൈറ്റി ഡ്രസ്സസ് ഉണ്ട്. നമുക്കറിയാം ന്യൂ ബോൺസിന് വെറൈറ്റി ഡ്രസ്സസ് ഉണ്ടാവും. സോ ബേബി വിയർ ബേബി സൂട്ട്സ്, നാപ്പീസ്, ബേബി ആൻഡ് ഷോക്സ്, then small hat, that's like that. So many variety dresses are into the newborn baby. So and old man and old woman loose dresses. But in the case of you and your sister, your young boy and your young girl wear frocks. Your young boy wear shorts and t-shirts. Then young girl wear frocks and tunics. Then like that, small frocks like that. Then young man or wear pant, shirt, t-shirt like that. A woman, your mother wear saris, pardas, salwar, kameez like that. An old woman or old man wear loose and comfortable clothes. Loose ആയ ക്ലോത്ത്സ് ആണ് ഓൾഡ് വുമൻസും ഓൾഡ് മാൻസും ഒക്കെ ധരിക്കുക. അവർക്ക് ലൂസായ കോട്ടൺ ക്ലോത്ത്സ് പോലത്തെ ക്ലോത്ത്സ് ആണ് അവർ ധരിക്കുക. കുർത്താസ് ലൈക്ക് ബനിയൻസ്, then like that. Okay, small and smooth and soft comfortable clothes. So the clothes wear according to their age. പ്രായത്തിനനുസരിച്ചാണ് according to their age. So you know, babies wear a different type of clothes than old man or old woman, different type of clothes. Young boy, young girl and woman, men like that, different type of clothes. You know the different type of clothes. Okay, then another case, sometimes we are going to a marriage function, traditional functions. Okay, you know the traditional functions, and sometimes we are going to outside the state, like Jammu and Kashmir, Punjab, Haryana, Bengal. That is states in our India. How many states are India? 28. Okay, so സ്റ്റേറ്റ്സിലെ ഓരോ സ്റ്റേറ്റ്സിലും എന്തുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആണ്.
So look at this video also. You know Jammu and Kashmir, look they like that. You know the Kerala dress, wear saris of women and jubba or mund, t-shirt, pants, like that. You know the Kerala dress. And different from other states. Bengal, you look at these pictures. Bengal, you know, look at this picture. This is the Bengal dress form. Then Rajasthan, Jammu and Kashmir. Okay, look at these pictures also. These are the different type of clothes according to their place. People different parts of our country wear different clothes. We all know our country is India, but they're different from the clothes. Okay, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ത്യക്കാരാണ്, ബട്ട് ഡിഫറെൻറ്റ് ഫ്രം ക്ലോത്ത്സ്. യു നോ, ലുക്ക് അറ്റ് ദിസ് ക്ലോത്ത്സ്, വി ക്യാൻ നോ വിച്ച് സ്റ്റേറ്റ് ദേ ആർ ലിവിങ്. ക്ലോത്ത്സ് നോക്കിയിട്ട് പറയാൻ കഴിയും അവർ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതെന്ന്. ഓക്കെ, ദെൻ ആൾസോ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഡിഫറെൻറ്റ് ഡ്രസ്സസ്, നോട്ട് ഇൻ ഇന്ത്യ. All countries or different dresses. You know the Saudi Arabia, then Japan, South Scotland, Kenya, Korea, Switzerland, America, different type of dresses you are wearing. So in this chapter you can study some countries or some states. So lot of countries and lot of states in our world. So different type of dresses and different type of dresses in also in India and also in the other countries. So people live in different countries wear traditional dresses. You know our Kerala traditional dress is saris and kurta, mund and mundum kurtas ഒക്കെയാണ് ബോയ്സിന്. ദെൻ സാരീസ് ഫോർ ഗേൾസ് അല്ലേ, വുമൻസിന് സാരീസുമാണ് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സ്. കേരള സാരീസ് അറിയാലോ അല്ലേ, ഓണത്തിനൊക്കെ കണ്ടിട്ടില്ലേ കേരള സാരി. അതാണ് നമ്മുടെ ട്രഡീഷണൽ മീൻസ് വാട്ട് യു മീൻ ബൈ ട്രഡീഷണൽ? പാരമ്പര്യമായിട്ട് നമ്മൾ കുറേ കാലങ്ങൾക്ക് മുന്നേ നമ്മളെ കുറേ ഓൾഡേഴ്സ് അനുസരിച്ച് വന്ന കാര്യത്തിലാണ് ട്രഡീഷണൽ എന്ന് പറയാം. നമ്മൾ കുറേ ആൾക്കാരുണ്ടാവില്ല നമ്മൾ മുന്നേ, ഗ്രാൻഡ് ഫാദേഴ്സും ഗ്രാൻഡ് മദേഴ്സും, അതിനും കുറേ വർഷങ്ങൾക്ക് മുന്നേ അവർ ധരിച്ച് വരുന്ന ഡ്രസ്സിനാണ് ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് പറയാം. ഇപ്പോൾ കേരള സാരീസ് ഒക്കെ ഓണത്തിന് മാത്രം എടുക്കൽ അത് മാറിയിട്ടുണ്ട്, പക്ഷേ ട്രഡീഷണൽ ഡ്രസ്സ് അതാണ് നമ്മളെ സാരീസ് ആൻഡ് കുർത്താസ് ആൻഡ് മുണ്ട് ലൈക്ക് ദാറ്റ്. നമ്മളും എന്തുണ്ട്, ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലെ ഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെ രാജ്യങ്ങളും നമ്മളെ നാടുകളൊക്കെ. ബട്ട് ഇൻ ദ ട്രഡീഷണൽ ഡ്രസ് ഫോർ ഓൾ കൺട്രീസ് അവർ സ്റ്റേറ്റ് ഡിഫറെൻറ്റ് ലെവൽ. ഓക്കെ, then you know you look at these pictures like that, traditional dress for Rajasthan, Jammu Kashmir, Bengal, like that. Okay, then we wear clothes according to the seasons. നമുക്ക് സീസൺസിന് ഡ്രസ്സ് മാറാറുണ്ട്. റൈൻ കോട്ട് ഇൻ റൈനി സീസൺ, നോട്ട് ഇൻ ദ സമ്മർ സീസൺ. സമ്മർ സീസണിൽ അല്ല ഹോട്ടുള്ള സീസണിൽ ആരെങ്കിലും റൈൻ കോട്ട് ധരിക്കുമോ? നോ, ദ റൈൻ കോട്ട് വിയർ ഇൻ എ റൈനി സീസൺ. ആൻഡ് ആൾസോ ദെൻ വിൻ്റർ സീസണിലോ, തിങ്ക് വിൻ്റർ സീസണിൽ നമ്മൾ എന്ത് ധരിക്കുക? ഗംബൂട്ട്സ്. ദെൻ ഗംബൂട്ട്സ് ധരിക്കുമോ? നോ, ദ റൈനി സീസൺ പീപ്പിൾ പ്രിഫർ ടു വിയർ സച്ച് എ ക്ലോത്ത്സ് ലൈക്ക് വാട്ടർ പ്രൂഫ്. വെള്ളം ഉള്ളിലേക്ക് കിടക്കുക, നമ്മളെ ബോഡിയിൽ വെള്ളം വരാത്ത രീതിയിലുള്ള ക്ലോത്ത്സ് ആണ് അവർ ധരിക്കുക. റൈൻ കോട്ട്സ്, ഗംബൂട്ട്സ് ടു കീപ് ദംസെൽഫ് ഡ്രൈ ഇൻ ദ റൈൻ, ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വിൻ്റർ സീസണിലോ വുള്ളൻ ക്ലോത്ത്സ്, വിൻ്റർ വുള്ളൻ. ടു റിമെമ്പർ ടു സിമ്പിൾ വേ, വിൻ്റർ W സ്റ്റാർട്ടിങ്, വുള്ളൻ woolen clothes, WOOLEN, woolen clothes. To warm, full W. Look at this picture, winter, woolen, warm. Warm എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പാവില്ലേ പുറത്ത്, അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൂളൻ ക്ലോത്ത്സ് ധരിക്കുന്നത്. സോ വിൻ്റർ സീസണിൽ വൂളൻ ക്ലോത്ത്സാണ് ധരിക്കുക ടു കീപ്പ് അസ് വാം. നമ്മളെ ബോഡി എന്ത് ചെയ്യും? വാം ആവും. ടു കീപ്പ് അസ് വാം, കീപ് ദിയർ ബോഡി വാം. ഇറ്റ് ഈസ് വെരി കോൾഡ് ഇൻ വിൻ്റർ. പീപ്പിൾ വിയർ സച്ച് എ ക്ലോത്ത്സ് വിച്ച് കീപ് ദിയർ ബോഡി വാം. So winter, wool and warm. In same case of summer, you know the hot season. Summer season is hot. So wear simple, soft dress like cotton clothes. Cotton clothes absorb sweat. Sweat means നമുക്കറിയാലല്ലേ, വിയർപ്പ്, സ്വെറ്റ് അബ്സോർബ് ചെയ്യും കോട്ടൺ ക്ലോത്ത്സ്. Then keep body cool. Okay. Summer season, cotton clothes, cool. Cotton, cool. To keep us body cool. So cotton C, then cool,
C. Okay. So look at this easy way to remember that winter W starting, woolen W starting, warm W starting. In same case summer season എന്താണ് നമ്മൾ പ്രിഫർ ചെയ്യുക? ലൂസ് ക്ലോത്ത്സ്. ഓക്കെ, ലൂസ് കോട്ടൺ ക്ലോത്ത്സ് അബ്സോർബ് സ്വെറ്റ്. നമ്മളെന്ത് ചെയ്യും? വിയർപ്പിനെ അബ്സോർവ് ചെയ്യും. ദെൻ സിൽക്ക് ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല, സിൽക്ക് പോലത്തെ ഡ്രസ്സും റൈൻ കോട്ടൊക്കെ ധരിച്ചാൽ എന്താ ചെയ്യും? സ്വെറ്റ് അബ്സോർബ് ചെയ്യില്ല. സോ നന്നായിട്ട് വേർക്കൂലേ ഹോട്ടായിട്ട് സമ്മർ സീസണിൽ. സോ സമ്മർ സീസൺ കോട്ടൺ ക്ലോത്ത്സ്, കൂൾ ബോഡി, കൂൾ തണുപ്പ് വരും കേട്ടോ. കീപ് ദ ബോഡി കൂൾ. ഓക്കെ, സമ്മർ സീസൺ എൻ്റെ കൂടെ പറയോ? സമ്മർ സീസൺ കോട്ടൺ ക്ലോത്ത്സ്, കീപ് ദ ബോഡി കൂൾ. വിൻ്റർ സീസൺ വൂളൻ ക്ലോത്ത്സ്, കീപ് ദ ബോഡി വാം. റൈൻ സീസൺ റൈനി കോട്ട്, ഗം ബൂട്ട്സ് ടു കീപ് ദംസെൽഫ് ഡ്രൈ ചെയ്യാനാണ് കേട്ടോ. റൈനി സീസണിൽ നമുക്ക് ഡ്രൈ ആയിരിക്കാം, നമുക്ക് നനയാൻ ഇഷ്ടമുണ്ടാവില്ല, റൈന് നന്നായിട്ട് പുറത്ത് പെയ്യുമ്പോൾ അല്ലേ. സോ റൈൻ കോട്ട് ആൻഡ് ഗം ബൂട്ട്സ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഓൾസോ. Okay, then you also know the uniforms. You know the uniforms. People who special jobs wear a different clothes. Then this important one you keep. Are you follow me? Are you lazy? You stand up first. Stand up. Stand up. Put your hands up. Hand down. Sit down. Sit steadily. Keep smile. Okay, sit steadily. Keep smile. The uniform is a mark of identification. What is this important one? Uniform is the mark of their identification. അവർ എന്താണെന്ന് പറയുന്ന അവർ യൂണിഫോമാണ്. The policeman wear doctor's uniform? No. The policeman wear their own uniform. That is the light brown color uniform. Okay. കാക്കി കളർ യൂണിഫോം അല്ലേ പോലീസുകാർ ധരിക്കുക. സോ യൂണിഫോം ദിയർ മാർക്ക് ഓഫ് ദിയർ ഐഡൻറ്റിഫിക്കേഷൻ. അവരെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് യൂണിഫോം. അവർ യൂണിഫോം നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും അവരെന്താണെന്ന്. പീപ്പിൾ ഹൂ സ്പെഷ്യൽ ജോബ് വിയർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ്. ദിസ് ക്ലോത്ത്സ് ആർ കാൾഡ് യൂണിഫോം. വാട്ട് ഈസ് യൂണിഫോം? പീപ്പിൾ ഹൂ ഡു സ്പെഷ്യൽ ജോബ്സ് വിയർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ്. ദാറ്റ് ക്ലോത്ത്സ് ആർ കാൾഡ് യൂണിഫോം. യൂണിഫോം ഈസ് ദ മാർക്ക് ഓഫ് their identification. Okay, you know, look at this picture, different type of uniforms are there. Okay, then you know party wear and traditional dresses. I know party wear dresses. You know the party wear, we wear colorful and traditional dress on special occasion like wedding and festivals. Onam festival, Diwali, that's the traditional dresses. We wear traditional dresses. In the party wear dresses for the വെഡ്ഡിങ് സെറിമണീസ്. ഓക്കെ, വെഡ്ഡിങ് ഒക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? പാർട്ടി വെയർ ഡ്രസ്സസ് ധരിക്കും. ദെൻ ട്രഡീഷണൽ ഡ്രസ് വിയർ ദ ഫെസ്റ്റിവൽസ്, ഓണം, ഹോളി, ദെൻ പെരുന്നാൾ, യു നോ ദ ഫെസ്റ്റിവൽസ്, ക്രിസ്മസ്, ദാറ്റ് ലൈക്ക് ട്രഡീഷണൽ ഡ്രസ്സസ്. അപ്പോൾ അവർ ആ ഒരു ഫെസ്റ്റിവൽസിന് നമ്മൾ എന്ത് ഡ്രസ്സാണ് ധരിക്കുക, ആ ഡ്രസ്സാണ് അവർ ട്രഡീഷണൽ ഡ്രസ്സായിട്ട് അപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽസിന് ധരിക്കുക. ദെൻ വിയർ ചെയ്യുക പാർട്ടി വെയർ ഡ്രസ്സസ് വിയർ ഇൻ ദ വെഡ്ഡിങ് സെറിമണീസ്. വെഡ്ഡിങ് പാർട്ടീസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒക്കേഷൻസിലാണ് പാർട്ടി വെയർ ഡ്രസ്സസ് ധരിക്കുക. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സസ്. ഓക്കെ, യു നോ ദ ക്ലോത്ത്സസ് ഇൻ യുവർ അലമാരാസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സസ്. സോ early man, they cannot make a clothes using skin of animals and leaves. Then 3 reasons for wearing clothes. You know that clothes protect us from heat and cold, rain. Then they make us look attractive and smart. They tell us kind of work that person do. So you read this chapter in the page number 34 above, clothes according to your occasions. Okay, and read in 5 times. You must read in the chapter 5 times and put a parent sign above the chapter. എന്തിനാണ് പാരൻസ് സൈൻ ചെയ്യുന്നത്? പാരൻസ് കള്ളം പറയില്ല, നിങ്ങളും കള്ളം പറയാൻ പാടില്ല. സോ യു റീഡ് 5 times and put the parent sign on above the chapter. Okay, I will check you. So you read 5 times, on 5 times, not less. Okay. Then you read and any doubt you can ask me personally and I will clear you.
So the clothes, different type of clothes in different places, different countries, different seasons. You know the three seasons: summer season, rain season, and winter season. Then uniform. Uniform is the mark of identification. So different ages, different dresses. That's also studied in this today. So I will continue this chapter in next class. So you must read in 5 times this chapter. Okay. I will send the new words after this video. Okay. Then thank you children. Thank you very much. See you again.